ഹായ് വിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അപ്പം മഹാരാഷ്ട്രയിൽ അഹമ്മദനഗർ എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ നമ്മൾക്ക് സബ്ജിയൊക്കെ വാങ്ങിക്കാൻ, പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ ആഴ്ച ഒരു ദിവസമാണ് ഇവിടെ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ നിൽക്കുന്നതിനടുത്ത് മാർക്കറ്റ് ഉള്ളത്. അപ്പം നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും പോയി ഒരാഴ്ചത്തേക്കുള്ളത് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ഒരു 10-500 രൂപയുടെ സബ്ജിയൊക്കെ വാങ്ങിച്ചാൽ, 500-നകത്തൊക്കെ ഉള്ള സബ്ജി നമുക്ക് വാങ്ങിച്ചാൽ രണ്ടാഴ്ചയൊക്കെ സുഖമായിട്ട് ഓടും. അപ്പം നമുക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ മാർക്കറ്റിലൂടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പച്ചക്കറി മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, നമുക്ക് വേണ്ടുന്ന ദാലുകളും പിന്നെ പലചരക്ക് സാധനങ്ങളും തുണികളും ചപ്പലുകളും എല്ലാ സാധനങ്ങളും കിട്ടുന്ന മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചോറൊക്കെ കഴിച്ചിട്ടൊരു 3 മണി കഴിഞ്ഞ് 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു പോയപ്പോൾ. ചെന്നപ്പോഴത്തേക്ക് തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. അവിടെ രണ്ട് സൈഡിലും നടക്കാനുള്ള വഴി വിട്ടിട്ട് രണ്ട് സൈഡിലും നിറച്ച ആൾക്കാരാണ് ഇരിക്കുന്നത്, പച്ചക്കറി കച്ചവടക്കാർ. അപ്പം ഓരോരുത്തരടുത്ത് ഓരോ സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. പിന്നെ എല്ലാം കൂടെ എടുത്ത് വെച്ച് വെക്കുന്നവർ കടക്കാരൊക്കെ ആയിരിക്കും. ഇതല്ലാതെ നമ്മൾ ഫ്രൈഡേ മാത്രം ചെന്നാൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റോഡിലെല്ലാം കച്ചവടക്കാരായിരിക്കും. നമുക്ക് നടക്കാനുള്ള സ്ഥലം മാത്രമേ കാണത്തുള്ളൂ. അപ്പം എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളുമാണ്. കാണുമ്പോൾ തന്നെ നല്ല രസം, എല്ലാം അങ്ങ് എടുക്കാൻ തോന്നും. അപ്പം പച്ചക്കറി നല്ല ഫ്രഷായിട്ട് കാണുന്നത് നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പം ഓരോന്നും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ അടുത്തായിരിക്കും പോകുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൂടുതലും നമ്മൾ എടുക്കുന്നത് ഉള്ളിയും കിഴങ്ങും തക്കാളിയും പച്ചമുളക് കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മന്ദിരമാണ്. അതിനകത്ത് ശനി മന്ദിരമാണ്. അതിന് അടുത്തെല്ലാം ആൾക്കാരുണ്ട്. പിന്നെ കച്ചവടക്കാരെ കൂടാതെ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ പശുക്കുട്ടിയും പിന്നെ ആടും ഒക്കെ കാണും. അങ്ങനെ ഇതൊക്കെ നോക്കുക. വെണ്ടയ്ക്കയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കിടക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്, മുറ്റിയതൊന്നും ആയിരിക്കത്തില്ല. നല്ല കിളുന്ത് വെണ്ടയ്ക്കയായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പച്ചക്കറിയൊന്നും കിട്ടത്തില്ലല്ലോ ഇവിടെ. പിന്നെ മുരിങ്ങയ്ക്കയും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കിട്ടും. തക്കാളിയൊക്കെ എല്ലായിടത്തും ഇഷ്ടം പോലെ കിടക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കിട്ടിയായിരുന്നു. കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ നമുക്ക് ഷിംല മിർച്ചി, ക്യാപ്സിക്കോ, ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം ഓരോരുത്തരത്തും നമ്മൾ പോയി വാങ്ങിക്കണം. എന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരൊന്നും കാണത്തില്ല. പല ആൾക്കാരും പലയിടത്തൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കുറച്ച് ഫ്രഷ്, എല്ലാം ഫ്രഷാണ്. കുറച്ച് എന്നാലും നമ്മൾ 3-4 പോയി വിലയൊക്കെ ചോദിക്കും. വിലയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഇവിടെ നിന്ന് എടുത്തത്. തക്കാളിയൊക്കെ കിലോ 40 അങ്ങനെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു റേറ്റ്. പിന്നെ ഉള്ളിയൊക്കെ രണ്ട് ആടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആട് ഒന്നെങ്കിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആൾക്കാരുടെ അടുത്തുനിന്ന് വന്ന് എടുത്ത് കഴിച്ചുകൊണ്ട് പോകും. ആൾക്കാരിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളിയാണെങ്കിൽ ഇവിടെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിക്ക് ഇപ്പോൾ ഇവിടെ വിലക്കുറവുണ്ട്. എത്ര കിലോ 20 രൂപയോ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ പച്ചമാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് മസാലകളൊക്കെ അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലകളും. പക്ഷെ നമ്മുടെ മസാലയും ഇവരുടെ മസാലയും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ മസാലകളൊന്നും വാങ്ങിക്കാറില്ല. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെ. അതൊക്കെ തീരുമ്പം പിന്നെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കത്തേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ ഒരു പയറ് വർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന കടകളിലോട്ട് വന്ന് അവിടെ നമുക്ക് പലതരത്തിലുള്ള പയറ് വർഗ്ഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഗ്രീൻ പീസ് വെളുത്തതും പച്ചയും, പിന്നെ രാജ്മ, ദാല്, പലതരത്തിലുള്ള ദാലുകൾ ഒക്കെ കിട്ടും. എല്ലാം ചെറിയ ചെറിയ പാക്കറ്റാക്കി 1/4 കിലോ വീതമുള്ള ചെറിയ ചെറിയ പാക്കറ്റാക്കി അവർ പാക്ക് ചെയ്ത് വെച്ചേക്കും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ചെറിയ വിലയൊക്കെ ആവത്തേ ഉള്ളൂ. ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ വൻപയർ കിട്ടുമോ എന്ന് ചോദിച്ചത് അതാണോ എന്ന് എടുത്ത് നോക്കുക. പക്ഷേ അതിവിടെ കിട്ടത്തില്ല. അത് നമുക്ക് മലയാളിക്കടയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ ഇരിക്കുന്നത്. പക്ഷേ അത് തൊമരയുടെ മുഴുവനേ ഉള്ളത് ആ ദാലായിരുന്നു. അത് പൊളിക്കുന്നതാണ് തൊമരയായിട്ട് വരുന്നതെന്ന് അയാൾ പറഞ്ഞത്. വൻപയറാണെന്നും പറഞ്ഞ് എടുത്ത് നോക്കിയത്. പിന്നെ പല സൈസുള്ള അരിയൊക്കെ ഉണ്ട്. ബിരിയാണി അരിയൊക്കെ കിലോ 70-ൻ്റെയും 80-ൻ്റെയും അങ്ങനത്തെയൊക്കെ ഉണ്ട്. നമുക്ക് മാർക്കറ്റിലോട്ട് പോയാൽ ആവശ്യമുള്ളത് എന്തുവാന്ന് വെച്ചാൽ പൈസയും കൊണ്ട് അങ്ങോട്ട് പോയാൽ അത്യാവശ്യമുള്ള എല്ലാം വാങ്ങിച്ചെടുത്തുകൊണ്ട് വരാം. സോയാബീൻ തന്നെ പലതരത്തിലുള്ളത്, ചെറുതും വലുതും ഒക്കെ ഇരിക്കുന്നു. നമ്മൾ നേരത്തെ ഇവിടുന്ന് ഒരു മുളകിൻ്റെ ചട്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ടേസ്റ്റ്, ആ എരിവും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ
നമുക്ക് ആവശ്യം കുറച്ച് ചെറുപയറും കടലയൊക്കെ എടുത്തുള്ളൂ നമ്മൾ. പിന്നെ അവിടുന്ന് പോരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഇലക്കറികൾ, പാലക്ക്, മേത്തി, മല്ലിയില, അങ്ങനെ. പിന്നെ ഇതൊക്കെ നമ്മൾ വെള്ളം തണുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കുന്ന കൂജ പോലത്തത്. പിന്നെ നമുക്ക് ഡെയിലി ആവശ്യത്തിന് വേണ്ടുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, വളകൾ, അങ്ങനെയൊക്കെ എല്ലാ കച്ചവടക്കാരും ഉണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വാങ്ങിക്കാനായിരുന്നു വന്നത്. തേങ്ങ 30-ൻ്റെ ഉണ്ട്, 40-ൻ്റെ ഉണ്ട്. 30-ന് തീരെ ചെറുതാണ്. അതിൻ്റെ എല്ലാം കഴിച്ചിട്ട് രണ്ടുപേരൂടെ തിരിച്ചു പോവുക. ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിൽ ആരാണ്ട് സ്കൂട്ടറിൽ വാങ്ങിച്ചു വച്ചിരിക്കുന്ന പാലക്കൊക്കെ എടുത്ത് തറയിലെടുത്തിട്ട് തിന്നുന്ന കണ്ടു. ആൾക്കാരിങ്ങനെ ഓടിക്കാനും നിൽക്കുന്നുണ്ട്. അവർക്ക് വിശപ്പില്ലേ കഴിക്കാൻ. പിന്നെ അവിടെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നിടമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെരുപ്പുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്ന റോഡിൻ്റെ 2 സൈഡിൽ നിറച്ച് കച്ചവടക്കാരായിരിക്കും. നമ്മൾ അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തേങ്ങയും വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നു. ഈ 2 സൈഡിനും മൊത്തവും കച്ചവടക്കാരായിരിക്കും. പക്ഷേ ഈ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഇങ്ങനെയുള്ളേ. അങ്ങനെ വെയിലത്താണ് ഇരിക്കുന്നത്. 4 മണിയൊക്കെ ആയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ വന്നായിരുന്നു. ഫിഷ് നമ്മൾ കൂടുതൽ ഇവിടുത്തെ മീനുകളൊക്കെ കുളത്തിൽ വളർത്തുന്നതും അങ്ങനത്തെയൊക്കെ മീനുകളാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ മീനുണ്ടായിരുന്നു, മങ്കട ഉണ്ടായിരുന്നു. അത് പിന്നെ വാങ്ങിച്ച്. മങ്കട കിലോ 240 ഉള്ളൂ. അയിലയ്ക്കൊക്കെ ഇവിടെ 400 രൂപ അടുപ്പിച്ചുണ്ട് കിലോ ഇപ്പം. അതും വല്ലപ്പോഴുമൊക്കെ കിട്ടത്തുള്ളൂ. മാർക്കറ്റ് ദിവസങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം മങ്കട എപ്പോൾ ചെന്നാലും വല്ലപ്പോഴുമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത് തന്നെ വാങ്ങിച്ച്. കുറച്ച് വിലക്കുറവുള്ളത് അതായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് അതും മീൻ കച്ചവടക്കാർ ഒരുപാടുണ്ട് 2 സൈഡിലും. ചെറിയ കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും പല സൈസ് മീനുകൾ ഇവിടെ കുളത്തിൽ വളർത്തുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വെട്ടാൻ തന്നെ ഇരിക്കുന്നുണ്ട്. 2-3 പേരുകൾ വെട്ടിയതാണ് നമുക്ക് ക്ലീൻ ചെയ്താണ് തരുന്നത്. പീസാക്കിയാണ് തരുന്നത്. നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് പീസാക്കിയൊക്കെ തരും. പിന്നെ അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിച്ച പച്ചക്കറിയൊക്കെ എന്താക്കിയാന്ന് നോക്കാം. പിന്നെ ഇത് കറിവേപ്പില 10 രൂപയുടെ കറിവേപ്പിലയാണ് അത്. പിന്നെ മല്ലിയില വാങ്ങിച്ചായിരുന്നു. പിന്നെ 2 കോൺ വാങ്ങിച്ചായിരുന്നു. ഇത് അങ്കിത്തിനും അബിക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അത് 2 എണ്ണം എടുത്തായിരുന്നു. പിന്നെ ഒരു കോളിഫ്ലവറും ക്യാബേജും പിന്നെ കുറച്ച് പച്ചക്കറി എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ അധികം പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് കിഴങ്ങും ഉള്ളിയും തക്കാളിയും. അതുണ്ടെങ്കിലും കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഇത് 2 പ്രധാനമായിട്ട് പച്ചക്കറി വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനെ ഇതിപ്പം ഇത് ചോറിനധികം കൂട്ടാനൊന്നും ഇല്ല. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെയുള്ള കൂട്ടാനൊക്കെ കുറവായിരിക്കും. പക്ഷേ സ്കൂളിലേക്കാണെങ്കിൽ അവർക്ക് സബ്ജിക്ക് ആവശ്യമായിട്ട് അതും ഇതുമൊക്കെ മതി. പിന്നെ കിഴങ്ങായാലും ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ എടുത്തുള്ളൂ നമ്മൾ സബ്ജിയൊക്കെ. പിന്നെ തക്കാളി, കിഴങ്ങും ഉള്ളി പിന്നെ 4 കിലോ അങ്ങനെങ്ങാണ്ട് വാങ്ങിച്ചതായിരുന്നു. വിലക്കുറവുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് 4-5 കിലോ ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കും നമ്മൾ സവാള എടുക്കുമ്പോൾ. അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്ന്. പിന്നെ അതുകൂടാതെ നമ്മൾ 2 തേങ്ങ എടുത്തായിരുന്നു. തേങ്ങയ്ക്ക് ഒരെണ്ണം 40 രൂപയായിരുന്നു. 2 തേങ്ങ എടുത്തുള്ളായിരുന്നു. അങ്ങനെ തന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ ചെറുപയറും ഈ ചെറുതായിരുന്നു ഒരെണ്ണം എടുത്തത്. പിന്നെ കടല എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ഉപ്പ്. ഇത്രയായിരുന്നു നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത്. പിന്നെ ഇതാണ് 10 രൂപയുടെ കറിവേപ്പില നമ്മൾ എടുത്തത്. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്. ഇത് നമുക്കൊരാഴ്ച 1-2 ആഴ്ചയൊക്കെ കഷ്ടിച്ചോടുന്നുണ്ട്. ഇനി അതിനിടയ്ക്ക് പിന്നെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കിട്ടുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീനിനകത്ത് മങ്കടയായിരുന്നു വാങ്ങിച്ചത്. പിന്നെ അവിടെ കുളത്തിലൊക്കെ വളർത്തുന്ന കുഞ്ഞു മീനും ഉണ്ടായിരുന്നു. അത് അങ്കിത്തിനും അവയ്ക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം അതും വാങ്ങിച്ച്. അത് വറക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ അതും വാങ്ങിച്ച്. അപ്പം ഈ ആഴ്ചത്തെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റിൽ പോയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.